കഴിഞ്ഞ 5 വർഷക്കാലം നെയ്യാറ്റിൻകര നഗരസഭയുടെ ഭരണം കൈയാളിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി നെയ്യാറ്റിൻകര നഗരവാസികൾക്ക് കുറച്ച് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പൊതുശ്മശാനമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമായത് എന്നുള്ളത് നമുക്കറിയാം. LDFന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് പോലും സാധ്യമാകാത്തത് ഇന്ന് അത് സാധ്യമായെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതികരിച്ചിട്ടുള്ളൊരു കൗൺസിലർ ശ്രീ വേണുഗോപാൽ, അദ്ദേഹം ആർജവത്തോടുകൂടി നെയ്യാറ്റിൻകര നഗരസഭയ്ക്ക് എൻ്റെ ഈ വാർഡിൽ നടത്താമെന്ന് ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സ്ഥലം വാങ്ങുകയും ആ നിലയിലേക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളൂ. പക്ഷേ ഇന്നൊരു മറുവശം ചിന്തിച്ചു കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ സമ്പൂർണ്ണ പരാജയമാണ്. നെയ്യാറ്റിൻകര എടുത്തു പറയുന്നത് നമുക്കറിയാം, മാധ്യമ പ്രവർത്തനത്തിൻ്റെ കുലപതിയാണ് സ്വദേശി അഭിമാനി രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കൂടില്ല വീടിൻ്റെ ദുരവസ്ഥ നമുക്കറിയാം. അതോടൊപ്പം തന്നെ സ്വദേശാഭിമാനി ടൗൺ ഹാൾ, നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡോർ സ്റ്റേഡിയം, ഈ വെൺകുളത്തെ നീന്തൽക്കുളം, പിന്നെ നമ്മുടെ ഈ തലയിൽ കേശവൻ നായർ സാറ്, അതേപോലുള്ള മഹാരഥന്മാരുടെ ചരിത്ര മ്യൂസിയം, അതൊന്നും യാഥാർത്ഥ്യം മാത്രമല്ല, നെയ്യാറ്റിൻകര നഗരസഭയിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഗുണഭോക്തൃ വിഹിതം കൊടുക്കുക. നമ്മുടെ നെയ്യാറ്റിൻകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ക്ഷീരകർഷകർ അനവധിയാണ്. അവർക്കൊരു കന്നുകുട്ടി പരിപാലനമോ അവരുടെ തൊഴിൽ അല്ലെങ്കിൽ അവരുടെ തൊഴുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളോ ആ നിലയിലേക്കുള്ള സാധാരണക്കാരന് അല്ലെങ്കിൽ ക്ഷീരകർഷകന് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതികളും നെയ്യാറ്റിൻകര നഗരസഭ യാഥാർത്ഥ്യമാക്കി കണ്ടില്ല. ആ നിലയിൽ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നെയ്യാറ്റിൻകര നഗരസഭയുടെ ഭരണം അതൊരു പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മുടെ ഈ മദർ പോർട്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അതിൻ്റെ ഒരു അടുത്ത സ്ഥലമാണ് നെയ്യാറ്റിൻകര താലൂക്ക്. ആ നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നെയ്യാറ്റിൻകര നഗരസഭ. ഈ നെയ്യാറ്റിൻകര നഗരത്തെ പോലും ആ പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പദ്ധതികളിൽ നെയ്യാറ്റിൻകരയുടെ CPM പ്രതിനിധിക്കുന്ന MLAയോ CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയോ യാതൊന്നുമായിട്ട് ചെയ്തിട്ടില്ല. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റും, അതിന് ഏതെല്ലാം ഇടം കണ്ടെത്തി കൊടുക്കുക എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് നെയ്യാറ്റിൻകര മണ്ഡലം പോലും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ വിഷയം നിരവധി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. കേരളം നമ്പർ 1 പറയുമ്പോഴും ഒരു രാത്രി ചികിത്സയ്ക്ക് പോയാൽ ഒരു ട്രാൻസ്ഫർ ചെയ്ത് വിടുന്ന ഒരു ആശുപത്രിയായി മാറുന്നു. തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ സാധാരണക്കാരന് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നെയ്യാറ്റിൻകര നഗരസഭയിൽ ചെയ്തതായി കാണുവാൻ സാധിച്ചിട്ടില്ല. ഈ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും വിമർശനാത്മകമായിട്ട് എടുക്കുകയും അത് വളരെ ക്രിയാത്മകമായിട്ട് കൗൺസിലിൽ കൊണ്ടുവരികയും ചെയ്ത ഒരു പാർട്ടിയുടെ ലീഡർ കൂടെയാണ്. നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഇത് പ്രത്യേകിച്ച് ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. തുടർന്ന് BJPയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ നിന്ന് എങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? വ്യക്തമായി നെയ്യാറ്റിൻകര നഗരസഭയുടെ 46 വാർഡുകളിൽ ഒരു മാനദണ്ഡവും BJP നോക്കിയിട്ടില്ല. വിജയസാധ്യതയുള്ള ജനസ്വാധീനമുള്ള കാൻഡിഡേറ്റ് ആരാണോ, സ്ഥാനാർത്ഥികൾ ആരാണോ അവർക്ക് തന്നെയാണ് BJP സ്ഥാനാർത്ഥി നൽകിയിട്ടുള്ളത്. BJP വെക്കുന്നത് ഒരു വലിയൊരു വികസന കാഴ്ചപ്പാടാണ്. അതൊരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം കേന്ദ്രം BJP ഭരിക്കുന്നു, നാളെ ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കും. നെയ്യാറ്റിൻകര നഗരസഭയിൽ BJP വന്നാൽ ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരായി, അതായത് നെയ്യാറ്റിൻകര നഗരത്തെ മുഴുവൻ മാറ്റിക്കൊണ്ട് ഒരു ഹൈടെക് സിറ്റിയാക്കി ഒരു കേന്ദ്രത്തിൻ്റെ നരേന്ദ്രമോദിയുടെ വികസനം എന്ത് എന്നുള്ളത് നെയ്യാറ്റിൻകര നഗരവാസിക്ക് കൂടി ഫലപ്രാവുന്ന രീതിയിലായിരിക്കും BJP മുന്നോട്ട് പോകുന്നത്. 3ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ കൗൺസിലിൽ. അതെ. ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ് ഈ വർഷം? ഞങ്ങൾ കഴിഞ്ഞ തവണ 9 തവണ വിജയിച്ചത്. പക്ഷേ 11 സ്ഥാനങ്ങളിലാണ് ഞങ്ങൾ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്. അത് 2 മുന്നണികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ 46 സ്ഥലങ്ങളിലും ശക്തമായ പോരാട്ടം നടത്തും. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി നെയ്യാറ്റിൻകര നഗരസഭയിൽ അധികാരം എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ഈ പൊതുവിൽ LDFന്റെ ഭരണം അല്ലെങ്കിൽ അത് ഒറ്റ സീറ്റിന്റെ ബലത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. അതെ. അപ്പം പിന്നെ അത് പലപ്പോഴും നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒറ്റ വാക്കിൽ അവരെ വിലയിരുത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ളത്? അതായത് അവരുടെ പ്രവർത്തനത്തെ നമ്മൾ ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ ഈ 5 വർഷത്തെ പ്രവർത്തനത്തെ ഒറ്റ വാക്കിൽ നമ്മളൊരു ഒരു ഒരു രാഷ്ട്രീയ കണ്ണിലൂടെ അല്ലാതെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ എങ്ങനെ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല കൗൺസിലിൽ. കാരണം ജനങ്ങൾക്ക് എന്താണോ ഉപകാരപ്രദം അത് ഞങ്ങൾ നടപ്പിലാക്കി. കാരണം 2015 കൗൺസിലിൽ അംഗമായിരുന്നു.
കാരണം നെയ്യാറ്റിൻകര നഗരസഭ ഏറ്റവും വലിയൊരു ടൂറിസം പാക്കേജ് എന്ന് പറയുന്നത് ഇളവനിക്കര ടൂറിസമാണ്. ആ ഇളവനിക്കര ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ 24 സെൻറ്റ് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി കേസുമായി കോടതിയിൽ പോയി. ഇത് UDF LDF തർക്കത്തിലായിരുന്നു. അപ്പോൾ 2015 കൗൺസിലിലും കൗൺസിൽ പാർട്ടി ലീഡറായിരുന്ന ഞാൻ ആ അജണ്ടയും പഠിക്കുകയും ഞങ്ങൾ പറഞ്ഞത് അത് കോടതി തീർപ്പാക്കേണ്ടതല്ല, ശരി ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ സ്വകാര്യ വ്യക്തിക്ക് പണം നൽകിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കുക, വികസന പ്രവർത്തനം പറഞ്ഞു. അവിടെ ഞങ്ങൾ രാഷ്ട്രീയ നാടകത്തിനല്ല UDF പോലെ പോയത്, ഞങ്ങൾ പൂർണ്ണ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൗൺസിലിൽ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമില്ല, പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, അത് ഞാൻ പറഞ്ഞല്ലോ ശ്മശാനം അടക്കം കൗൺസിലിനകത്തൊന്ന് പറയുകയും പുറത്ത് രാഷ്ട്രീയം കളിക്കുന്ന കൗൺസിലർമാർ അവിടെ ഉണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി, അത് ആര് ഭരിക്കുന്നു ആർക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതല്ല, BJPയെ സംബന്ധിച്ചുള്ള ലക്ഷ്യം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ 3 പാർട്ടികളിൽ പ്രധാനപ്പെട്ട ചെയർമാൻ മത്സരിക്കുന്നില്ല, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും മത്സരിക്കുന്നത്. എന്നാൽ താങ്കൾ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ഉള്ളത് ഈ 3 പേരിൽ പ്രധാനപ്പെട്ട ആളുകളിൽ. അപ്പോൾ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഞാൻ ആദ്യം വിജയിച്ചത് അമരവിള വാർഡിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മുസ്ലിം സഹോദരങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു വാർഡാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന കേരളത്തിൽ മുസ്ലിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യില്ല, അങ്ങനെയൊന്നുമല്ല. അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ സാധിച്ചു. രണ്ടാമത് ഞാൻ മത്സരിക്കാൻ രംഗത്തിറങ്ങിയത് അവിടുത്തെ നമ്മുടെ ചെയർപേഴ്സൻ്റെ വാർഡിലേക്കാണ്. അവിടെ 70% ക്രൈസ്തവ സഹോദരങ്ങൾ വസിക്കുന്ന ഒരു വാർഡാണ്. പക്ഷെ അവിടെയും CPMൻ്റെ വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിച്ചു. അത് ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്, നല്ലത് ചെയ്യുന്നവർ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അതുകൊണ്ട് ഈ ചാക്കോട്ടോണം വാർഡിലാണ് ഇപ്പോൾ ജനവിധി തേടുന്നത്. തീർച്ചയായിട്ടും ചാക്കോട്ടോണത്തെ ജനങ്ങൾ എന്നെ അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.